ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തികയിൽ ഒരു കണ്ണ് വേണമെന്ന് ശാലിനി ശ്യാമയെ വിളിച്ചറിയിക്കുന്നുണ്ട്. ശേഷം വിഷ്ണു സത്യഭാമ രാത്രി പറഞ്ഞതിനെപ്പറ്റി ഓർക്കുകയാണ്. ജോൾസിനെ വിളിക്കുന്ന കാര്യവും ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യവും. അങ്ങനെ ബാൽക്കണിയിൽ അതിനെപ്പറ്റി ആലോചിച്ച് നിന്നപ്പോഴാണ് ടെൻഷനോടെ കാർത്തിക വിഷ്ണുവിനരികിലേക്ക് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. എന്താ വിഷ്ണുവേട്ട, എന്തെങ്കിലും വഴി കിട്ടിയോ എന്നൊക്കെ ടെൻഷനോടെ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഉറക്കമൊഴിഞ്ഞ് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇന്ന് ഇതേ സമയം വരെ ആലോചിച്ചു, ഒരു വഴിയും കിട്ടുന്നില്ല. വീണ്ടും കാർത്തിക പറയുന്നു, വിഷ്ണുവേട്ടന് ശാലിനിയിലേക്കും എനിക്ക് ഹർഷനിലേക്കും എത്താനുള്ള ഒരു വഴി മാത്രമായിരുന്നല്ലോ ഈ വിവാഹം. അതിന് ശാന്തി മുഹൂർത്തം കുറിക്കാന്ന് വെച്ചാൽ? ഇത് കേട്ട് വിഷ്ണു പറയുന്നു, എടോ, അതിന് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് അവർക്കാർക്കും അറിയില്ലല്ലോ. ഒരർത്ഥത്തിൽ നമ്മുടെ ഈ അഭിനയം ഫലം കാണുമെന്നുള്ള ഒരു സംഭവം മാത്രമാണ് ഈ ശാന്തി മുഹൂർത്തം. ഒരർത്ഥത്തിൽ നമ്മുടെ ഈ അഭിനയം ശരിയായ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ റൂട്ടോ? ഈ ശാന്തി മുഹൂർത്തം കുറിക്കലിൻ്റെ കാര്യം ഹർഷനെങ്ങാണോ അറിഞ്ഞാൽ എൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ എന്നൊക്കെ ടെൻഷനോടെ പറയുകയാണ് കാർത്തിക. ഭാര്യയെ ഭർത്താക്കന്മാരായി അഭിനയിക്കാന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകും. പക്ഷേ ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ ചടങ്ങുകൾ അതൊക്കെ അടുത്തിടപഴകേണ്ടതാണ്. എല്ലാവർക്കും സംശയം തോന്നും. എത്രയെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്നത്? സത്യങ്ങൾ സത്യാമ്മ അറിഞ്ഞാൽ പിന്നെ എന്നെ ചാവിട്ടി പുറത്താക്കും. ഹർഷൻ മടങ്ങി വരുന്നതിന് മുമ്പ് ആ ജയശങ്കറിനെ കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിക്കുകയും ചെയ്യും. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. വിഷ്ണുവേട്ടൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. മധുശ്രീ വെയിറ്റിങ്ങിലാണെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, എൻ്റെ കാർത്തികയെ, ഇയാൾ എൻ്റെ തല ചൂടാക്കല്ലേ. ഇത്രയും നാള് ഇവിടെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ആ ചെറിയ സമാധാനത്തിലാണ് ഞാനിപ്പോൾ. തൊട്ടരികിൽ കാർത്തിക ഇരുന്നിട്ട് പറയുന്നു, അത് വിഷ്ണുവേട്ടന് വെറുതെ തോന്നുന്നതാ. സത്യാമ്മ ഒരു നിർബുദ്ധിയാണെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ അച്ഛനടക്കം ഇവിടെ എല്ലാവർക്കും കാഞ്ഞ ബുദ്ധിയാണ്. ഇവിടുത്തെ ചുമരുകൾക്ക് പോലും കാതുണ്ട്. ഏത് നിമിഷവും നമ്മൾ പിടിക്കപ്പെടാം. ഈ സമയം ശ്യാമ മുകളിലേക്ക് വരികയായിരുന്നു. വിഷ്ണു മുറിയിലേക്ക് ചെന്നു. കാർത്തികയും അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഓരോ നിമിഷവും ഇവിടെ തള്ളി നീക്കുന്നത് എങ്ങനെയാണെന്ന് വിഷ്ണുവേട്ടൻ അറിയോ? ഒരു സംഘം പോലീസുകാർക്കിടയിൽ ഒരു മോഷ്ടാവ് പതുങ്ങിയിരിക്കുന്നത് പോലെ. ഒരു വൈരമാല എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ മാല മോഷണം പോയ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ്. അവർക്കിടയിൽ കുടുങ്ങി കിടക്കുകയാണ് ഞാനിപ്പോൾ. പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ല. എത്ര സമയം, എത്ര കാലം ഇവിടെ കുടുങ്ങിക്കിടക്കണമെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും പിടി വീഴാം. ആ ഓർമ്മയും ആദ്യമാണ് ഓരോ നിമിഷവും. അതിൻ്റെ ഒരു പിടപ്പ് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നത് പോലെ. ഈ സമയത്ത് വിഷ്ണു കാർത്തികയോട് ചോദിക്കുന്നു, എടോ, തൻ്റെ താലിമാല എവിടെയെന്ന്. അപ്പോഴാണ് കാർത്തിക കഴുത്തിൽ തപ്പി നോക്കുന്നത്. അത് കുളിക്കാൻ നേരം മൂരി വെച്ചതാണെന്ന് കാർത്തിക പറയുന്നു. ഈ സമയം ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ദേ അവിടെയെന്ന് പറയുന്നു. കാർത്തിക താലിമാല എടുത്തിടുന്നത് ശ്യാമ കാണുന്നുണ്ടായിരുന്നു. പതിവുള്ളതല്ലോ, അതാണ് ഈ മറവി എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അതെ, ഈ മറവിയൊന്നും വേണ്ട, എപ്പോഴും ഓർമ്മ വേണം. എടോ, അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ വിശ്വാസമാണ്. അമ്മയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ട. അമ്മയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ടെന്നോ? എന്ത് സംശയമെന്ന് ശ്യാമ വിചാരിക്കുന്നു. കാർത്തിക പറയുന്നു, അത് സത്യമാണ്. ഇത് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് താലിമാലയുടെ കാര്യം. പഴയ തലമുറയ്ക്ക് അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ? താലിമാല ഊരിവെക്കാൻ പാടില്ലെന്നാ. ഊരി വെച്ചാൽ പിന്നെ ഭർത്താവ് തന്നെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം. ആര്, ഞാനോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു, ഇപ്പോൾ വിഷ്ണുവേട്ടനല്ലേ ഇവിടെ ആ റോള്? ഞാൻ മാലയിട്ട് തരാനോ? അങ്ങനെ വേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ഊരി വെക്കാതിരുന്നാൽ മതി. ഞാൻ മാല. അത്രയും പറയുമ്പോൾ ശ്യാമ അവിടെ നിൽക്കുന്നത് വിഷ്ണു കാണുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കാർത്തിക പറയുമ്പോൾ കാർത്തികയെ കാണിക്കാൻ വേണ്ടി ശ്യാമയോ എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് വിളിച്ചു. എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ എന്ന് വിഷ്ണു വിളിക്കുന്നു. ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് ഫോൺ എടുത്ത് ഫോണിൽ നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. എൻ്റെ അമ്മയെ, ശ്യാമ വന്നത് പോലും അറിഞ്ഞില്ല. വല്ലതും കേട്ട് കാണുമോ എന്തോ എന്നൊക്കെ വിചാരിക്കുന്നു. എങ്കിലും അവളുടെ നോട്ടത്തിലൊരു പന്തികേടുണ്ടല്ലോ. ഫോണിൽ നോക്കിക്കൊണ്ട് വിഷ്ണു ശ്യാമയോട് ചോദിക്കുന്നു, നീ വന്നിട്ട് കുറച്ചു നേരമായോ എന്ന്. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് ശ്യാമ. നിങ്ങളുടെ താലിമാലയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. താലിമാല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യാമ്മയ്ക്ക് സംശയമുണ്ടാകുമെന്നൊക്കെ എന്ന് ശ്യാമ പറയുമ്പോൾ, സംശയമോ എന്ന് പറഞ്ഞ് വിഷ്ണു ആ കാര്യം മറയ്ക്കാൻ വേണ്ടി എന്ത് പറയുമെന്ന് ഓർക്കുകയാണ് ഒരു ചിരിയിലൂടെ. സംശയമില്ല, ദേഷ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇതിൽ വലിയ വിശ്വാസമില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നു, ദേഷ്യമൊന്നല്ല, സംശയമൊന്നും തന്നെയാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞത്. ഞാൻ നന്നായി കേട്ടതാ.
എടി അത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ മാറിപ്പോയതായിരിക്കുമെന്ന് വീണ്ടും വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു. അല്ലെങ്കിൽ തന്നെ അമ്മ ഞങ്ങളെ സംശയിക്കുന്നത് എന്തിനാണെന്നും പറയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു, അതെയല്ലോ, പിന്നെ എന്തിനാ വിഷ്ണു ഏട്ടാ കാർത്തികയുടെ കഴുത്തിൽ താലിയിട്ട് കൊടുക്കാൻ മടി? അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് വിഷ്ണു. അതിനെന്താ, എപ്പോഴും ഇട്ട് കൊടുക്കണ്ടല്ലോ, ഉരുവിക്കുമ്പോൾ മാത്രം മതിയല്ലോ എന്ന് ശ്യാമ പറയുന്നു. അതിന് വിഷ്ണുവേട്ടന് എപ്പോഴും അത് ബുദ്ധിമുട്ടിക്കണ്ട, പഴയ ജനറേഷന് അത് സെൻസിറ്റീവ് അല്ലേ, അവർക്കൊരു മനഃപ്രയാസം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഇത് ഞാൻ സ്ഥിരമായി കരുത്തിലിടാൻ തീരുമാനിച്ചു, ഇനി ഊരി വെക്കുന്നില്ല എന്നൊക്കെ. കാർത്തിക മിടുക്കിയാണല്ലോ, എല്ലാ പഴുതും അടച്ചു എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു. നീ എന്താണ് പറഞ്ഞതെന്ന് വിഷ്ണു. അതെ, പഴയ തലമുറയ്ക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളുടെ ആലോചന താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടാളോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് ശ്യാമ. സത്യാമ്മ വിളിച്ചു എന്ന് പറയുന്നു. സത്യാമ്മ വിളിച്ചു? അല്ല അമ്മ പോവാം എന്നൊക്കെ ഇങ്ങനെ പരിങ്ങലോടെയും ബബ്ബ അടിച്ചൊക്കെ പറയുകയാണ് വിഷ്ണു ടെൻഷനോടെ തന്നെ. ഞാനെന്നാ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞ് വിഷ്ണു താഴേക്ക് പോകുന്നു. കാർത്തികയും പോകുന്നു. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ, എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ, കുഞ്ഞേച്ചിയുടെ സംശയം ശരിയാണെന്നാ തോന്നുന്നത് എന്ന് ശ്യാമ വിചാരിക്കുന്നു. ഇതേ സമയം താഴെ ജോത്സ്യൻ സമയം കുറിക്കുകയായിരുന്നു. തൊട്ടരികിൽ സത്യഭാമയും പിള്ളച്ചേട്ടൻ രാഘവനെ പിടിച്ച് അവിടേക്ക് വരുന്നു. ഒന്ന് വിടടോ ചുമ്മാതെ, പെരിക്കാതെ പിടിച്ചുകൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ പിള്ളച്ചേട്ടനോട് പറയുകയാണ് രാഘവൻ. അങ്ങോട്ടിരിക്കേണ്ട രാഘവേട്ടാ, വീട്ടിലൊരു പ്രധാന ചടങ്ങ് നടക്കുമ്പോൾ കുടുംബനാഥൻ വേണ്ട ഇരിക്കുക എന്നൊക്കെ സത്യഭാമ രാഘവനോട് പറയുന്നു. അങ്ങനെ രാഘവൻ തൊട്ടരികിൽ ഇരിക്കുന്നുണ്ട്. എന്താണോ പ്രധാന ചടങ്ങെന്ന് രാഘവൻ ചോദിക്കുമ്പോൾ വിഷ്ണു മുകളിൽ നിന്നും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. രാഘവൻ സാറിനോട് പറഞ്ഞില്ലേ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം എന്ന് ജോത്സ്യൻ പറയുമ്പോൾ ടെൻഷനോടെ കാർത്തിക വിഷ്ണുവിനെ നോക്കുന്നു. പൊന്നിയും അവിടേക്ക് വരുന്നു. ആരുടെ ശാന്തി മുഹൂർത്തം? എൻ്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞതാണെന്ന് അത് ഇവൾക്ക് അറിയാമെന്നും രാഘവേട്ട മിണ്ടാതിരിക്കേ എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തി എന്ന് വിഷ്ണുവേട്ട ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയാണോ എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നു, താനിങ്ങനെ പേടിക്കാതെ, എന്തായാലും ഞാനല്ലേ. പൊന്നിയോട് ഒരു ചായ എടുക്കാൻ ഭാമ പറയുന്നു. പൊന്നി, ദേ വിഷ്ണുവിന്റെയും ആ പുതിയ പെണ്ണിന്റെയും ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നതാ ജോത്സ്യര്, ഒരു സ്പെഷ്യൽ ചായ തന്നെ ഇങ്ങ് എടുത്തോ എന്ന് രാഘവൻ പറയുന്നു. കാർത്തികയെ താഴേക്ക് വിളിക്കുകയാണ് വിഷ്ണു. പൊന്നി കിച്ചണിൽ ചായ ഇടുന്നു. പഞ്ചസാര ഇടാൻ നേരത്ത് ഒരു കാര്യം ആലോചിക്കുന്നു. വിഷ്ണു കുഞ്ഞിനും ആ പെണ്ണിനും ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്ന ജോത്സ്യനല്ലേ, രാഘവൻ സാർ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ചായ തന്നെ കൊടുത്തു കളയാം. അങ്ങനെ ഇപ്പോൾ പഞ്ചസാര മാറ്റി ഉപ്പാണ് പൊന്നി എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പ് തന്നെ ആ ചായയിലേക്ക് ഇട്ടോ. അതുപോലെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് തോനെയും തന്നെ പൊന്നി ഉപ്പ് അതിലേക്കിട്ടോ. ഈ സമയം ഒന്നും അറിയാതെ ആ പാവം ജോത്സ്യൻ അവിടെ നിന്ന് ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കുകയാണ്. ഇങ്ങ് വാട എന്ന് ഭാമ വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണുവും കാർത്തികയും താഴേക്ക് ഇറങ്ങി വരുന്നു. കാർത്തികയും വിഷ്ണുവിനെയും കണ്ട രാഘവൻ പുച്ഛത്തോടെ ഇരിക്കുന്നു. വിഷ്ണു അവിടെ ഇരുന്നു. മോളും ഇങ്ങോട്ട് ഇരുന്നേ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നു, ഞാനിവിടെ നിന്നോളാം സത്യാമ്മയെന്ന്. തിരുമേനി, ഇതാണ് വിഷ്ണുവിൻ്റെ എന്ന് ഭാമ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാർത്തികയെ. വിഷ്ണുവിൻ്റെ നക്ഷത്രം അറിയാം, കുട്ടിയുടേതെന്ന് ചോദിക്കുന്നു. പേര് കാർത്തിക എന്നല്ലേ, അപ്പോൾ നക്ഷത്രം ഭരണിയായിരിക്കും, ഉറപ്പാണെന്ന് രാഘവൻ പറയുന്നു. എവിടെ നിന്ന് കിട്ടി ഭാമ ഇയാളെ എന്ന് ചോദിക്കുന്നു. അല്ല, നക്ഷത്രത്തിന്റെ പേരാവണമെന്നില്ലല്ലോ എല്ലാവർക്കും, ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. കാർത്തിക പറയുന്നു, പരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിലും കാർത്തിക നക്ഷത്രത്തിലാണ് ഞാൻ പിറന്നത്, ആ പേര് തന്നെയാണ് സ്വാമിനി എനിക്ക് ഇട്ടത്. അപ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നാളെ കുറിക്കുന്നു, സമയം കുറിക്കുന്നു. ശ്യാമയും താഴേക്ക് വരുന്നു. ഇത് മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. പൊന്നി ചായ കപ്പിലേക്ക് പകർത്തി ഒഴിച്ചു. ചായയുമായി പൊന്നി അവിടേക്ക് വരുന്നു. ജോത്സ്യന് ചായ കൊടുക്കുകയും ചെയ്തു. പറഞ്ഞോളൂ തിരുമേനി എന്ന് ഭാമ ചോദിക്കുമ്പോൾ ജോത്സ്യൻ പറയുന്നു, സത്യാമ്മ ഇന്ന് ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ തിരുമേനി, ചായ കുടിക്കെന്ന് രാഘവൻ പറയുന്നു. അല്ല, ഈ വിശേഷ അവസരങ്ങളിൽ ഈ അല്പം മധുരം കുടിക്കണമെന്നാണല്ലോ. അങ്ങനെ അദ്ദേഹം അതെ എന്ന് പറഞ്ഞ് ചായ കുടിക്കുകയാണ് അദ്ദേഹം. ഇന്നത്തേക്ക് ശാന്തി മുഹൂർത്തം കുറിക്കാമെന്നാണോ തിരുമേനി പറയുന്നതെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ചായ കുടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഭാമ. എൻ്റെ ഭാമ നീ പറയുന്നത് തിരുമേനിയുടെ മുഖം കണ്ടാൽ അറിയില്ല എന്നത് ദിവസമേ കൊള്ളില്ല എന്ന് അദ്ദേഹത്തിന് ആ ചായ കുടിക്കണോ തുപ്പണോ എന്നൊരു വല്ലാത്ത അവസ്ഥയിൽ ഇടയ്ക്ക് പൊന്നിയെ നോക്കുന്നു. എന്താ അങ്ങനെ അല്ലേ തിരുമേനി എന്ന് രാഘവൻ. അദ്ദേഹത്തിനൊന്നും പറയാനും സാധിക്കുന്നില്ല. തിരുമേനി ചായ കുടിക്കണമെന്ന് പറയുമ്പോൾ വല്ലാതെ അദ്ദേഹം അത് കുടിച്ചിറക്കുന്നു. എന്നിട്ട് അദ്ദേഹം അത് തിരിച്ചു വെച്ചു. എന്താ തിരുമേനി, രാഘവേട്ടൻ പറഞ്ഞതാണോ ശരിയെന്ന് ഭാമ ചോദിക്കുന്നു. എങ്കിൽ ഈ ആഴ്ച ഏതെങ്കിലും നല്ല മുഹൂർത്തമുണ്ടോ നോക്കെന്ന് ഭാമ ഒന്നുകൂടി പറയുന്നു. ഈ ആഴ്ച ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, നോക്കിക്കളയാം.
എന്ന് തിരുമേനി പറയുമ്പോൾ രാഘവൻ ഒന്നുകൂടി പറയുന്നുണ്ട്, തിരുമേനി ചായ കുടിച്ചില്ല എന്ന്. ഞാൻ കുടിച്ചു, തൃപ്തിയായിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ വീണ്ടും രാഘവൻ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തിരുമേനി ചായ മൊത്തം കുടിക്കണം. അല്ല, പ്രശ്നങ്ങൾ കുറേ നോക്കാനുള്ളതല്ലേ അല്ലേ ഭാമേ എന്നൊക്കെ പറയുന്നു. ഭാമയും പറയുന്നു, അതെ അതെ, ചായ കുടിക്കണം തിരുമേനി. സത്യാമ്മ പറഞ്ഞാൽ ഇവിടെ ആരും തള്ളാറില്ല എന്ന് പിള്ളച്ചേട്ടനും പറയുന്നു. അല്ല തിരുമേനി, ഓരോ ദിവസങ്ങളും നോക്കുമ്പോൾ ഓരോ തവണ ചായ കുടിച്ചാൽ മതി. അതെ അതെ, രണ്ട് കാര്യം ഒന്നിച്ച് നടക്കുമല്ലോ എന്ന് ഭാമ. അദ്ദേഹം നാളെ കുറിക്കാതെ അത് ബാഗിലേക്ക് വെച്ചു. അപ്പോൾ ഇനിയൊരു ചായ ആകാമെന്ന് രാഘവൻ പറയുമ്പോൾ തിരുമേനി പറയുന്നു, ഓ വേണ്ട വേണ്ട സത്യാമ്മേ, ഈ ആഴ്ച ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ ദിവസം ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ മാസം ഏതെങ്കിലും ഉണ്ടോ നോക്കെന്ന് ഭാമ ഒന്നും കൂടി പറയുന്നു. ചായയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു, ഈ മാസം ഒട്ടുമില്ല, ഒരു മാസത്തിനുള്ളിൽ ശാന്തി മുഹൂർത്തത്തിന് പറ്റിയ ഒരു ദിവസവും ഇല്ലെന്നോ എന്ന് ഭാമ ഇങ്ങനെ സംശയത്തോടെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ഇറങ്ങുന്നു എന്ന് അദ്ദേഹം. അല്ല തിരുമേനി അങ്ങനെ പോയാൽ എങ്ങനെയാണ് ഭാമ? പോയാലേ പറ്റൂ സത്യാമ്മേ, അത്യാവശ്യം ചില കാര്യങ്ങൾ സാധിക്കാനുണ്ടെന്ന് തിരുമേനി പറയുന്നു. അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥ കാണിക്കുന്നു. നക്ഷത്രങ്ങൾ വധൂവരന്മാർക്ക് മാത്രമല്ല ജ്യോത്സ്യരും കൂടി കാവൽ നിന്നെങ്കിലേ പറ്റൂ, എങ്കിലേ മുഹൂർത്തം കുറിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് വയറിൽ തടവി അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ഭാമയും. സമാധാനത്തോടെ വിഷ്ണുവും കാർത്തികയും നിൽക്കുന്നു. ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ഭാമ. നക്ഷത്രങ്ങൾക്ക് വിവരമുണ്ട് ഭാമയെ, ചേരേണ്ടതേ ചേർക്കാവൂ എന്ന് അവർക്ക് പോലും അറിയാമെന്ന് രാഘവൻ പറയുന്നു. ഈ വിവരദോഷിക്ക് മുഹൂർത്തം കുറിക്കാൻ വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സത്യഭാമ പോകുന്നു. വിഷ്ണുവിനെ നോക്കിയിട്ട് ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ് രാഘവൻ. ഒരു തരത്തിൽ വിഷ്ണുവിനും കാർത്തികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. അവന്റെ ഒരു ശാന്തി മുഹൂർത്തം എന്ന് രാഘവൻ. എന്നിട്ട് ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുകയാണ് രാഘവൻ. സമാധാനത്തോടെ കാർത്തികയും ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.